എൻ്റെ കുട്ടിയെ നന്നായി പഠിക്കും, ആ കുട്ടിയെ നന്നായി പഠിക്കില്ല എന്ന് അർത്ഥമില്ല. എല്ലാ കുട്ടികളും നന്നായി പഠിക്കും, എല്ലാ കുട്ടികൾക്കും നല്ല ശിക്ഷയും ആ ശേഷി അനുസരിച്ച് നമുക്ക് പിന്തുണ കൊടുക്കണം എന്നാണ് ഉദാഹരണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അങ്ങനെയാണ്. കുട്ടിയെ അറിയില്ല, കുട്ടിയെ പഠിക്കില്ല എന്നതാണ്. അതിനൊരു പങ്ക് രക്ഷിതാക്കളുണ്ട്. ഇപ്പോ ചില കുട്ടികൾ നന്നായി പഠിക്കുന്നത് ചില കുട്ടികൾ പഠിക്കാൻ കഴിഞ്ഞത് അത് കുട്ടികളെ മാത്രം തെറ്റല്ല. ആ വീട്ടിൽ സാഹചര്യം എങ്ങനെയാണ് പരിശോധിക്കണം. ചിലപ്പോ കുട്ടി പഠിക്കാൻ കഴിഞ്ഞാൽ പുസ്തകങ്ങളുള്ള അപ്പുറത്ത് സൗകര്യമോ അങ്ങനെ പിന്നെ അമ്മ പാത്രം കഴിഞ്ഞിട്ട് പത്രത്തെ സൗകര്യം ആരും കൂടുതൽ കൊടുക്കും. അച്ഛൻ പറഞ്ഞ സാധനം കൊണ്ടിട്ടില്ല. പക്ഷേ കുട്ടി പുസ്തകം പറയുമ്പോൾ സൗകര്യം അങ്ങനെ ശ്രദ്ധ പോവുക. അപ്പൊ അതുകൊണ്ട് വീട്ടിലാണെങ്കിലും കുട്ടിയെ പഠനമായി ബന്ധപ്പെട്ട് നല്ല ഒരു ശ്രദ്ധയും നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അധ്യാപക സ്കൂളിൽ നല്ലപോലെ കോച്ചിങ് ഉണ്ടാകും. അത് വീട്ടിനകത്ത് കുട്ടി നല്ല മനസ്സമാനത്തോടുകൂടി പഠിക്കാൻ മനസ്സിലാക്കാനുള്ള അന്തരീക്ഷം അവിടുത്തെ എന്നാണ് നോക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉള്ള ഒരു സ്ഥാപനമാണ് സഹകരണ സംഘം. മറ്റ് വാണിജ്യ ബാങ്കുകൾ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അതിന് പലിശ കിട്ടുന്നു, സ്വർണ്ണം പണയം ചെയ്യുന്നു, പലിശ അടക്കം കൊടുത്തെടുക്കുന്നു. അത് ദേശസാൽകൃത ബാങ്കുകൾക്ക് അവരുടെ ബിസിനസ് താല്പര്യത്തിനപ്പുറം സമൂഹത്തിൻ്റെ പൊതുവായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് വളരെ പരിമിതമാണ്. നേരത്തെ കുറച്ചെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും തന്നെ ദേശസാൽകൃത ബാങ്കുകൾക്ക് ഷെഡ്യൂൾ ബാങ്കുകൾക്ക് അത്തരത്തിലുള്ള പ്രവർത്തികളില്ല എന്നതൊരു പ്രത്യേകതയാണ്. അവിടെയാണ് കേരളത്തിൽ സഹകരണ സംഘങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിഷയമായിട്ടുള്ള ഏകദേശം 2.5 ലക്ഷം കോടി രൂപയോളം നമ്മുടെ നാട്ടിൽ വിവിധ ബാങ്കുകളിൽ കിടക്കുന്നു. ആ 2.5 ലക്ഷം കോടി രൂപ കേരളത്തിലെ സഹകരണ സംഘങ്ങളിലേക്ക് എത്തിച്ച് ആ സംഖ്യ നമ്മുടെ നാടിന്റെ വികസനത്തിന്, തൊഴിലിന്, വ്യവസായത്തിന് ഉപയോഗം കൊടുക്കണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കേരള ബാങ്ക് എന്ന ഒരു ബാങ്കിന് രൂപം നൽകി. സാധാരണക്കാരെ ചേർന്നുള്ള അവർ സാധാരണക്കാരെ ചേർന്നതിനോടൊപ്പം ഒരു കുടുംബത്തെ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾക്ക് സാധാരണക്കാർക്ക് കൊടുക്കുന്ന തരത്തിലെല്ലാ സഹായങ്ങളും ഈ പരിസര സഹായ സഹകരണത്തിന്റെ ഭാഗങ്ങളുണ്ട്. അതിനൊരു അഭിനന്ദനം അർപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലും ഇടപെടലുണ്ട്. സാധാരണക്കാരെ സഹായിക്കുന്നതിനായാലും എല്ലാ കാര്യങ്ങളും നല്ലരീതിയിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. പിന്നെ അവിടെ കുട്ടികളുടെ നമ്മുടെ എത്തിയിരിക്കുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാണ്ട് കുട്ടികൾ നല്ല രീതിയിൽ മുന്നോട്ട് ഈ നല്ല രീതിയിലുള്ള വിജയം കുട്ടികൾക്ക് ഉണ്ടാവാം. അതിന്റെ ഒരു പ്രോത്സാഹനത്തിന്റെ ഭാഗമായിട്ട് അവിടെ മാളവിക ദേവി, ശ്രീനന്ദി, ശിക്ഷ പ്രദീപ്, നികിത VS, ജീവൻ, പാർഥിവ് SCB, അരിന റോസ് കോവിൽ, ക്രിസ്റ്റീന കോവിൽ, ആൻഡ്രി ഫ്രെഡി, അന്ന മഞ്ജു, ഫാത്തിമ,
ഇനി SSLC ഫുൾ എ പ്ലസ് കിട്ടിയവരെ പേര് വിളിക്കാൻ വിട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിൽ വന്ന് മൊമെന്റ് വാങ്ങേണ്ടതാണ്. അടുത്തത് +2. മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ, വുഡൻ ഫർണിച്ചറുകൾ, ബെഡുകൾ, ഹോം അപ്ലയൻസസ്, സ്പോർട്സ് ഗുഡ്സ്, ബേബി ഐറ്റംസ് മുതലായവ ഏറ്റവും നല്ല ഗുണമേന്മയിൽ ഏറ്റവും പുതിയ വെറൈറ്റി മോഡലുകളോടുകൂടി നമ്മുടെ സ്വന്തം ജയലക്ഷ്മിയിൽ ലഭിക്കുന്നു. ജയലക്ഷ്മി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ് ആൻഡ് സ്പോർട്സ് ഗുഡ്സ്, മെയിൻ റോഡ്, പഴയന്നൂർ. ഫോൺ 9895653372.